ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെഹൻസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര ന്യൂയോർക്കിലേക്കാണ്. ക്രൂയിസിലൂടെയുള്ള യാത്രയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. ജേഴ്സി സിറ്റി, ന്യൂയോർക്ക് എന്നീ 2 പോയിന്റുകളിൽ നിന്ന് ഫെറി സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ജേഴ്സി സിറ്റിയിലെ ലിബർട്ടി സ്റ്റേറ്റ് പാർക്കിൽ നിന്നാണ് ഫെറി യാത്ര ആരംഭിച്ചത്. എല്ലീസ് ഐലൻഡ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നിവ ഈ യാത്രയുടെ പ്രധാന അട്രാക്ഷനുകളാണ്. ഈ 2 സ്പോട്ടുകളിലും നമുക്ക് ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് എല്ലീസ് ഐലൻഡിലാണ്. ന്യൂയോർക്ക് ഹാർബറിലെ ചരിത്ര പ്രസിദ്ധമായ ഇമിഗ്രേഷൻ സ്റ്റേഷനായിരുന്നു എല്ലീസ് ഐലൻഡ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ US-ലേക്കുള്ള കുടിയേറ്റക്കാരുടെ ഒരു പ്രധാന പ്രവേശന കേന്ദ്രമായിരുന്നു ഇത്. എല്ലീസ് ഐലൻഡ് 1892 മുതൽ 1954 വരെ ഒരു ഇമിഗ്രേഷൻ സ്റ്റേഷനായി പ്രവർത്തിച്ചു. അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന 12 ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാരെ പ്രോസസ് ചെയ്തു. കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങളെയും പോരാട്ടങ്ങളെയും പ്രതീകപ്പെടുത്തുന്നതിനാൽ ഇതിനെ പ്രതീക്ഷയുടെ ദ്വീപ് എന്നും കണ്ണീർ ദ്വീപ് എന്നും വിളിക്കാറുണ്ട്. ഇന്ന് ഇത് ഒരു മ്യൂസിയവും അമേരിക്കയുടെ കുടിയേറ്റ പൈതൃകത്തിന്റെ പ്രതീകവുമാണ്. ഈ മ്യൂസിയം കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ബോട്ട് അവിടെ നിന്നും പോയി. ആശങ്കയോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ അടുത്തുള്ള ഗൈഡിനോട് അന്വേഷിച്ചു. അപ്പോഴാണ് വീണ്ടും ബോട്ട് 40 മിനിറ്റിന് ശേഷം തിരിച്ചു വരുമെന്ന് അറിയാൻ സാധിച്ചത്. ഈ വെയിറ്റിംഗ് ഞങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തി. ഈ ഫെറിയിലേക്ക് വരാനും അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുമുള്ള ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. 40 മിനിറ്റിന് ശേഷം അടുത്ത ഫെറി വന്നു. അടുത്ത അട്രാക്ഷൻ പോയിന്റിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റ്. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 1886-ൽ ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകിയ സമ്മാനമാണ്. ഫെഡറിക് അഗസ്റ്റെ ബാർത്തോൾഡി രൂപകൽപ്പന ചെയ്തത് ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിലാണ്. സ്വാതന്ത്ര്യത്തിന്റെ റോമൻ ദേവതയായ ലിബർട്സിനെ പ്രതിനിധീകരിക്കുന്ന പ്രതിമ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ തീയതി ആലേഖനം ചെയ്ത ഒരു ടോർച്ചും ടാബ്ലറ്റും കൈവശം വെച്ചിരിക്കുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ സന്ദർശകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മികച്ച ലാൻഡ്മാർക്കുകളിൽ ഒന്നാണിത്. പീഠം ഉൾപ്പെടെ 305 അടി അഥവാ 93 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന സ്റ്റാച്യു പൂർത്തിയായപ്പോൾ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഘടനയായിരുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ടോർച്ച് എൻലൈറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നു. ഇത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്നു. തുടക്കത്തിൽ സന്ദർശകർക്ക് ടോർച്ചിലേക്ക് കയറാമായിരുന്നു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ 1916 മുതൽ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. പ്രതിമയുടെ കിരീടത്തിലെ 7 കിരണങ്ങൾ ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളെയും സമുദ്രങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത്. ഇത് സാർവത്രിക സ്വാതന്ത്ര്യത്തെ പ്രതീകപ്പെടുത്തുന്നു. പ്രതിമയുടെ സൗന്ദര്യം ഭാവി തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുന്നതിനായി വർഷങ്ങളായി വിവിധ നവീകരണങ്ങൾക്കും പുനരുദ്ധാരണകൾക്കും വിധേയമായിട്ടുണ്ട്. ക്രൂയിസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ ഹോട്ടൽ ന്യൂജേഴ്സിയിലായിരുന്നു. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. 15 മിനിറ്റ് മാത്രമുള്ള യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾ എത്തിയത്. ന്യൂയോർക്ക് സിറ്റിയിലെ ട്രാഫിക് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇറ്റ്സ് ഹൊറിബിൾ. ന്യൂയോർക്ക് സിറ്റിയിലെ മറ്റൊരു ബുദ്ധിമുട്ട് കാർ പാർക്കിംഗ് ആണ്. അതിനായി സ്പെഷ്യൽ സ്പോട്ടുകൾ ഉണ്ടെങ്കിലും വളരെ കോസ്റ്റ്ലി ആണ്. സ്പോട്ട് ഏഞ്ചൽ എന്ന ആപ്പ് വഴിയാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത്. ഗ്യാരേജ് പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, പ്രൈസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ആപ്പ് വഴി അറിയാൻ സാധിക്കുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ അല്ല. പുതിയ സന്ദർശകർക്ക് ഇത് യൂസ്ഫുൾ ടിപ്പായിരിക്കും. ആപ്പിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടൈം സ്ക്വയറിന്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത്.
ടൈംസ് സ്ക്വയറിലേക്കാണ് ഞങ്ങൾ ആദ്യമായി പോയത്. ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹട്ടന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടൈംസ് സ്ക്വയർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും തിരക്കേറിയതുമായ ഒരു ട്രേഡ് സെന്ററാണ്. തിളങ്ങുന്ന നിയോൺ ലൈറ്റുകൾ, ഉയർന്ന ഡിജിറ്റൽ ബിൽബോർഡുകൾ, ബ്രോഡ്വേ തിയേറ്ററുകൾ, തിരക്കേറിയ ജനക്കൂട്ടം എന്നിവയ്ക്ക് ഇത് വളരെ പ്രശസ്തമാണ്. 1904 ന്യൂയോർക്ക് ടൈംസിന്റെ ആസ്ഥാനം അവിടേക്ക് മാറ്റിയതിനു ശേഷമാണ് ലോങ് ആക്രെ സ്ക്വയർ എന്ന് പേരിട്ടത്. ഇന്ന് ടൈംസ് സ്ക്വയർ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വിനോദ ഓപ്ഷനുകൾ, ഷോപ്പിംഗ്, ഡൈനിങ് അനുഭവങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആഹ്ലാദകരെ ആകർഷിക്കുന്ന ആഗോള ടെലിവിഷൻ പരിപാടിയായ വാർഷിക പുതുവത്സര ബോൾ ഡ്രോപ്പിന്റെ സൈറ്റ്. അതിനുശേഷം ഞങ്ങൾ സെൻട്രൽ പാർക്കിലേക്ക് പുറപ്പെട്ടു. തിരക്കേറിയ നഗരത്തിനിടയിലെ ഈ ഒരു മരുപ്പച്ച ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അത്രയേറെ തിരക്കേറിയ നഗരവീഥികളിൽ അതിൻ്റെ കേന്ദ്രഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് വളരെ പച്ചപ്പ് നിറഞ്ഞതും മനസ്സിനെ കുളിരണിയിപ്പിക്കുന്നതുമായിരുന്നു. പാർക്കിന്റെ എൻട്രൻസിൽ ഹോഴ്സ് റൈഡ്, റിക്ഷ റൈഡ്, സൈക്ലിംഗ് തുടങ്ങിയ പെയ്ഡ് സർവീസുകൾ അവൈലബിൾ ആണ്. US-ൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് റിക്ഷ കാണുന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടിയാണ് ഈ പാർക്ക്. ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹട്ടന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ പാർക്ക് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നഗര പാർക്കുകളിൽ ഒന്നാണ്. 843 ഏക്കർ അഥവാ 341 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് തിരക്കേറിയ നഗര ദൃശ്യങ്ങൾക്കിടയിൽ സമൃദ്ധമായ മരുപ്പച്ച പ്രദാനം ചെയ്യുന്നു. ഫ്രെഡറിക് ലോ ഓൾംസ്റ്റെഡും കാൽവർട്ട് വോക്സും ചേർന്ന് രൂപകൽപ്പന ചെയ്ത പാർക്ക് 1962 ദേശീയ ചരിത്ര പ്രധാനമായ ഒരു ലാൻഡ്മാർക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. തടാകങ്ങൾ, പുൽമേടുകൾ, പാലങ്ങൾ, ശില്പങ്ങൾ, കളിസ്ഥലങ്ങൾ, വിനോദ സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സെൻട്രൽ പാർക്ക് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ വിശ്രമം നൽകുന്നു. നഗരത്തിന്റെ നടുവിൽ ഒരിക്കലും ഉറങ്ങാത്ത ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, വിശ്രമം എന്നിവയ്ക്കുള്ള ഊർജ്ജസ്വലമായ കേന്ദ്രമാണിത്. കുറെ ഫോട്ടോസ് എല്ലാം എടുത്തപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. പതിയെ ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സ്പോട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സ്പോട്ട് രാത്രിയിൽ കാണാനാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത്. രാത്രിയിൽ ന്യൂയോർക്കിലെ സ്ട്രീറ്റുകൾ കാണാനായി ഞങ്ങൾ കുറച്ചു നടന്നു. ന്യൂയോർക്ക് സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ന്യൂയോർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ്. US-ന്റെ തെക്കേ അറ്റത്താണ് ന്യൂയോർക്ക് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ 8 ദശലക്ഷത്തിലധികം ആളുകൾ നഗരത്തിൽ താമസിക്കുന്നു. കൂടാതെ 22 ദശലക്ഷത്തിലധികം ആളുകൾ ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ ഏരിയയിലും താമസിക്കുന്നു. രാജ്യത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ്, വാൾ സ്ട്രീറ്റ്, വൺ വേൾഡ് ട്രേഡ് സെന്റർ എന്നിവയുടെ ആസ്ഥാനമായതിനാൽ ന്യൂയോർക്ക് US-ന്റെ സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ്. ഒരു പ്രവചന പാറ്റേണിലാണ് ന്യൂയോർക്കിലെ സ്ട്രീറ്റുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂയോർക്കിൻ്റെ ഗ്രിഡ് ആരംഭിക്കുന്നത് വെസ്റ്റ് സൈഡിലെ 14th സ്ട്രീറ്റിലും ഈസ്റ്റ് സൈഡിലെ 1st സ്ട്രീറ്റിലുമാണ്. അപ്പർ മൻഹട്ടൻ ഭാഗത്ത് 220 സ്ട്രീറ്റുകൾ ഉണ്ട്. ഒറ്റ സംഖ്യകളുള്ള സ്ട്രീറ്റുകൾ വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഇരട്ട സംഖ്യയിലുള്ള സ്ട്രീറ്റുകൾ ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ഒറ്റ അക്കമുള്ള കെട്ടിടങ്ങൾ സ്ട്രീറ്റിൻ്റെ നോർത്ത് സൈഡിലാണ്. അതേസമയം ഇരട്ട അക്കമുള്ള സൗത്ത് സൈഡിലുമാണ്. ഗ്രിഡിന് 12 നോർത്ത് സൗത്ത് അവന്യൂകളും 155 ഈസ്റ്റ് വെസ്റ്റ് സ്ട്രീറ്റുകളും ഉണ്ട്. അവന്യൂകൾക്ക് 100 അടി വീതിയും സാധാരണ ക്രോസ് സ്ട്രീറ്റുകൾക്ക് 60 അടിയുമാണുള്ളത്. മിക്ക സ്ട്രീറ്റുകളിലും സബ്വേ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ തിരക്കേറിയ റോഡുകളാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ട്രാഫിക് അവോയ്ഡ് ചെയ്യുന്നതിനും ഗതാഗതം സുഗമമായി പോകുന്നതിനും ഒരു പരിധിവരെ സബ്വേകൾ ഉപയോഗപ്പെടുന്നുണ്ട്. ബ്രോഡ്വേ, വാൾ സ്ട്രീറ്റ്, വാഷിംഗ്ടൺ സ്ട്രീറ്റ്, 5th അവന്യൂ, കനാൽ സ്ട്രീറ്റ്,
ബ്ലീക്കർ സ്ട്രീറ്റ്, ബോവറി സ്ട്രീറ്റ്, മാഡിസൺ അവന്യൂ എന്നിവയെല്ലാം ന്യൂയോർക്കിൻ്റെ പ്രശസ്തമായ സ്ട്രീറ്റുകളിൽ ഉൾപ്പെടുന്നു. നൈറ്റ് വ്യൂ ആസ്വദിക്കുന്നതിനായി ടോപ്പ് വ്യൂ ബസ്സുകൾ നഗരത്തിൻ്റെ ഭാഗങ്ങളിൽ സർവീസുകൾ നടത്തുന്നുണ്ടായിരുന്നു. ന്യൂയോർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്ട്രീറ്റ് ഫുഡ്. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഒരു ഫുഡ് ട്രക്കിൽ ഷവർമ വിൽക്കുന്നത് ഞങ്ങൾ കണ്ടത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഷവർമയായിരുന്നു. ഷവർമ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റ് വാക്ക് തുടങ്ങി. അടുത്ത സ്പോട്ട് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലായിരുന്നതിനാൽ ഞങ്ങൾ സബ്വേ ഉപയോഗപ്പെടുത്തി. ന്യൂയോർക്ക് സിറ്റി സബ്വേ ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ അതിവേഗ ട്രെയിൻ ഗതാഗത സംവിധാനങ്ങളിൽ ഒന്നാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ 5 ബോറോകളായ മാൻഹട്ടൻ, ബ്രൂക്ലിൻ, ക്വീൻസ്, ബ്രോങ്സ്, സ്റ്റേറ്റൻ ഐലൻഡ് എന്നിവിടങ്ങളിലാണ് സർവീസ് നടത്തുന്നത്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റി അഥവാ MTA പ്രവർത്തിപ്പിക്കുന്ന സബ്വേ സംവിധാനത്തിൽ 472 സ്റ്റേഷനുകളും 665 മൈലിലധികം ട്രാക്കുകളുമുണ്ട്. സബ്വേ ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്നു. എക്സ്പ്രസ് സർവീസുകളും ലോക്കൽ സർവീസുകളും അവൈലബിൾ ആണ്. ന്യൂയോർക്ക് സബ്വേ നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. ന്യൂയോർക്കുകാരുടെയും സന്ദർശകരുടെയും ദൈനംദിന ജീവിതത്തിൽ ഒരു നിർണായക പങ്കും ഇത് വഹിക്കുന്നുണ്ട്. ആകാംക്ഷയോടെ കാത്തിരുന്ന അടുത്ത പോയിന്റിലേക്ക് ഞങ്ങളെത്തി. ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹട്ടൻ, ബ്രൂക്ലിൻ ബറോകളെ ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് നദിക്ക് കുറുകെയുള്ള ഒരു ഐക്കോണിക് തൂക്കുപാലമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇത് 1883 പൂർത്തിയായി. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായിരുന്നു ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ജോൺ എ. റോബ്ലിംഗ് രൂപകൽപ്പന ചെയ്തതും അദ്ദേഹത്തിൻ്റെ മകൻ വാഷിംഗ്ടൺ റോബ്ലിംഗ് പൂർത്തിയാക്കിയതും എഞ്ചിനീയറിംഗിൻ്റെ ഒരു അത്ഭുതവും ന്യൂയോർക്ക് നഗരത്തിൻ്റെ ചാതുര്യത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും പ്രതീകവുമാണ്. പാലത്തിൻ്റെ ഗോതിക് ശൈലിയിലുള്ള ടവറുകളും സ്റ്റീൽ കേബിളുകളും അതിനെ നഗരത്തിൻ്റെ ശാശ്വതമായ പ്രതീകമാക്കി മാറ്റി. ഇതൊരു സുപ്രധാന ഗതാഗത ലിങ്ക് മാത്രമല്ല, വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലവുമാണ്. ബ്രൂക്ലിൻ പാലത്തിലൂടെ നടക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ചെയ്യുന്നത് മാൻഹട്ടൻ സ്കൈലൈൻ, ഈസ്റ്റ് റിവർ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നിവയുടെ അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഒരു ഐക്കോണിക് ചിഹ്നമെന്ന നിലയിൽ അതിൻ്റെ പദവി കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് നിരവധി സിനിമകളിലും ഫോട്ടോഗ്രാഫുകളിലും കലാസൃഷ്ടികളിലും ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ന്യൂജേഴ്സിയിലെ കാഴ്ചകളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. Please like, share and subscribe.